നമസ്കാരം. അപ്പോ 2 മാസത്തെ അന്വേഷണത്തിനൊടുവിൽ 2 മാസത്തെ തിരച്ചിലിനൊടുവിൽ ശിരൂരിൽ അർജുനും അർജുന്റെ വണ്ടിയും ലഭിച്ച ഒരു വിവരമാണ് ഇപ്പോൾ മീഡിയകളിൽ ഇപ്പോഴത്തെ ബ്രേക്കിംഗ് ന്യൂസ്. ശരിക്കും അർജുന്റെ കുടുംബത്തെക്കാൾ അധികം സങ്കടവത്തായ രീതിയിൽ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചൊരു പേരാണ് അർജുൻ. കാരണം രണ്ടര മാസത്തോളമായി ഈ ഒരു തിരച്ചിൽ ആരംഭിച്ചിട്ട് ഒത്തിരി പ്രതികൂല സാഹചര്യങ്ങളിലും അതിരുകടന്ന പ്രവർത്തനങ്ങൾ നടത്തിയിട്ടും ഒത്തിരി തടസ്സങ്ങൾ ഉണ്ടായിട്ടും വീണ്ടും തിരച്ചിൽ വീണ്ടും ആരംഭിച്ചതിന് വീണ്ടും ഒരു ബിഗ് സല്യൂട്ട്. അതിരിപ്പിനൊരു ഉത്തരമാണ് കിട്ടിയിരിക്കുന്നത്. വെറും ഉത്തരമല്ല, ആ ലോറിക്കകത്ത്, ആ ഒരു വാഹനത്തിനകത്ത് അർജുന്റെ ഒരു മൃതദേഹം കൂടി ഉണ്ട് എന്നുള്ള ഒരു തെളിവാണ് അതിൽ ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇപ്പോൾ ബ്രേക്കിംഗ് ന്യൂസ് ആണ്. ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ഓരോ ന്യൂസുകൾ കാണുമ്പോഴും 2 മാസത്തോളം കാത്തിരുന്ന ലോക മലയാളികൾക്ക് ഹൃദയത്തിൽ ചേർത്ത് വെച്ച ആ ഒരു പേരിനുള്ള ഒരു ഉത്തരം കാത്തിരിപ്പിനൊടുവിൽ ലഭിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും ലോറിക്കകത്ത് അർജുന്റെ മൃതദേഹം ഉണ്ടെന്നുള്ള ഒരു ന്യൂസ് ആണ് ഇപ്പോഴും ലൈവായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. അർജുന്റെ കുടുംബാംഗങ്ങൾ പറഞ്ഞൊരു മൂല്യവത്തായ ഒരു വാക്കുണ്ട്. ജീവൻ ഉണ്ടാവുമോ എന്നറിയില്ല, പക്ഷേ തീർച്ചയായിട്ടും അദ്ദേഹത്തിന്റെ ഒരു അംശം പോലും ലഭിച്ചിരുന്നെങ്കിൽ അത് ഞങ്ങൾക്കൊന്ന് കാണാമായിരുന്നു, ബാക്കിയുള്ള കർമ്മങ്ങൾ ചെയ്യാമായിരുന്നു എന്ന് പറയുന്നതിന് ലോകം മലയാളികളുടെയും അതോടൊപ്പം തന്നെ അർജുന്റെ കുടുംബത്തിന്റെയും വലിയൊരു പ്രാർത്ഥന തന്നെയാണ്. ഇത്രയും ദിവസം ജലത്തിനടിയിലായിട്ടും ആ ഒരു മൃതദേഹം വാഹനത്തോടൊപ്പം തിരിച്ചു കിട്ടിയത്. അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പറയുന്നതിൽ ഒത്തിരി സങ്കടമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറയുന്ന കേരള സർക്കാരിനും കർണാടക സർക്കാരിനും ഒരു വലിയൊരു ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു തിരച്ചിലിൽ പങ്കെടുത്ത എല്ലാവർക്കും, ഓരോരുത്തരുടെ പേര് എണ്ണി പറയുന്നില്ല, തീർച്ചയായിട്ടും 100% പ്രയത്നിച്ചു എല്ലാവർക്കും ഒരു ബിഗ് സല്യൂട്ട്. അതോടൊപ്പം തന്നെ എനിക്കൊരു പ്രതികരണം ഉണ്ട്. ഈ ഒരു വീഡിയോയിൽ കൂടി ഞാൻ അത് പ്രതികരിക്കുകയാണ്. തിരച്ചിൽ ആരംഭിച്ചത് മുതൽ ഒരാഴ്ച, 2 ആഴ്ച, 3 ആഴ്ച, 1 മാസം കഴിഞ്ഞപ്പോൾ ചെറിയ മീഡിയകളിലൂടെ ഒത്തിരി മോശവത്തായ കമന്റ്സുകൾ കാണാനിടയായി. അതൊക്കെ കണ്ടപ്പോൾ ഒത്തിരി സങ്കടം തോന്നി. കാരണം ഇത്രയും കഷ്ടപ്പെട്ട് തിരച്ചിൽ നടത്തുമ്പോഴും ഇങ്ങനെ വീഡിയോയ്ക്ക് താഴെയായി മോശവത്തായ രീതിയിലുള്ള കമന്റ്സ്, അതും സങ്കടപ്പെടുത്തുന്ന രീതിയിലുള്ള കമന്റ്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം ഇത്രയും ദിവസം ജലത്തിനടിയിൽ കിടന്നാൽ അർജുന്റെ ബോഡി ലഭിക്കില്ല എന്നുള്ളൊരു ഉറപ്പാണ് പ്രേക്ഷകർ നിലവിൽ ഓരോ വീഡിയോസിനടിയിലും കമന്റ്സ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതിനൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഇപ്പോൾ നിലവിൽ വാഹന അടക്കം അർജുന്റെ ബോഡി ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായിട്ടും അത് ലോക മലയാളികളുടെ അടക്കം ഒരു പ്രാർത്ഥനയാണ്.